തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞു. ഞായറാഴ്ച രാത്രി 8:15 അത്താഴ ശീവേലിക്കായി എഴുന്നള്ളിക്കാൻ നിർത്തിയ ചാമപ്പുഴ ഉണ്ണികൃഷ്ണൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനയെ തളയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ പാപ്പാനെ ആക്രമിച്ചു. പരിക്കേറ്റ പാപ്പാനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അത്താഴ ശീവേലിക്കായി നടപ്പുര ഭാഗത്തേക്ക് കൊണ്ടുവരുന്നതിനിടെയായിരുന്നു ആന അപ്രതീക്ഷിതമായി ഇടഞ്ഞത്. പെട്ടെന്ന് ഇടഞ്ഞ ആന പിന്നിലേക്കോടി ദേവസ്വം ഓഫീസിന് സമീപത്തായി നിലയുറപ്പിച്ചു. ആന ഇടഞ്ഞതോടെ ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന ഭക്തജനങ്ങൾ പരിഭ്രാന്തരായി. ഉടൻ തന്നെ ക്ഷേത്ര ജീവനക്കാർ ഇടപെട്ട് ഭക്തരെ പുറത്തിറക്കി ഗോപുരവാതിലുകൾ അടച്ചു. ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. തിങ്കളാഴ്ച ആരംഭിക്കുന്ന പറ ഉത്സവത്തിനു വേണ്ടിയും ചാമപ്പുഴ ഉണ്ണികൃഷ്ണനെയാണ് എഴുന്നള്ളിക്കാൻ തീരുമാനിച്ചിരുന്നത്. കോഴിക്കോട് UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ KSRTCയെ പുനഃസൃഷ്ടിക്കുമെന്ന് KST വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി M. വിൻസെന്റ് MLA. വർക്കേഴ്സ് യൂണിയൻ INTUC ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലാവധി കഴിഞ്ഞു നിൽക്കുന്ന ബസ്സുകളുമായി തകർച്ചയിൽ നിൽക്കുന്ന KSRTCയെ രക്ഷിക്കും. ഈ സർക്കാർ വന്ന ശേഷം ജോലി ഭാരം കൂട്ടി KSRTC തൊഴിലാളികളെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജില്ലാ പ്രസിഡന്റ് സുധീന്ദ്ര ബാബു അധ്യക്ഷനായി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് D. അജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി TK നൌഷാദ്, ജിജേഷ് കുമാർ, M. പ്രകാശൻ, NK പ്രവീൺ കുമാർ, CM സഹദാത്ത്, രതേഷ് കുമാർ, സബ്ജ, സുരാജ്, നസീർ, ലിനിത്, ജോസഫ് കുര്യൻ, മലോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനാധിപത്യത്തിൽ മാറി മാറിയുള്ള ഭരണത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നും തുടർച്ചയായ ഭരണം ദോഷമുണ്ടാക്കുമെന്നും എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ സച്ചിദാനന്ദൻ മലയാള മനോരമ അഭിമുഖത്തിൽ നടത്തിയ പരാമർശത്തിന് മറുപടിയുമായി ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. ബംഗാളിലെ കാര്യം മാത്രമാണ് സച്ചിദാനന്ദൻ പറഞ്ഞതെന്നും കേരളത്തിലെ അനുഭവമാണ് ഇവിടെ പരിശോധിക്കേണ്ടതെന്നും അദ്ദേഹം കൽപ്പറ്റയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരളത്തിൽ പരിശോധിക്കേണ്ടത് 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് ജനങ്ങൾക്ക് ഗുണമുണ്ടായിട്ടുണ്ടോ, കേരളം മാറിയിട്ടുണ്ടോ എന്നതാണ്. സാമൂഹിക ക്ഷേമ നടപടികളിൽ ഈ രാജ്യത്ത് മാതൃകാപരമായ പ്രവർത്തനമാണ് കേരളം നടത്തിയത്. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ 600 രൂപയാണ്. ഇപ്പോൾ പെൻഷൻ 2000 ഉയർത്തി. 62 ലക്ഷം ആളുകൾ ഈ പെൻഷൻ വാങ്ങുന്നുണ്ട്. അത് ചെറിയ സംഭവമാണോ എന്ന് LDF കൺവീനർ ചോദിച്ചു. 2016 91 സീറ്റോടെ അധികാരത്തിൽ വന്ന LDF 2021 99 സീറ്റുമായി അധികാരത്തിൽ വന്നു. ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ സേവനത്തിന്റെ ഭാഗമാണ്. 5 വർഷമായി വൻകിട വികസന പദ്ധതികൾ നടപ്പിലാക്കുകയാണ്. തുടർഭരണം കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഇവയെല്ലാം ഇവിടെ പൂർത്തീകരിക്കാൻ കഴിയുന്നത്. ആ അനുഭവമുള്ള ജനത തുടർഭരണത്തിനു വേണ്ടി വീണ്ടും നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശ്വസിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞില്ലെന്നത് സമ്മതിക്കുന്നു. ജനങ്ങളുടെ അഭിപ്രായം കേട്ട് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ടു പോകും. ഭരണ തുടർച്ച ഒരുപോലെ വിലയിരുത്തേണ്ടതല്ല. ഭരണ തുടർച്ച ജനങ്ങളുടെ ജീവിത അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തേണ്ടത്. ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേരളം വീണ്ടും ഭരണ തുടർച്ചയിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടതുമുന്നണി ജനങ്ങളുടെ ഇടയിൽ നല്ല തോതിൽ അംഗീകാരം നേടി മുന്നോട്ടു പോകും. കേരളത്തിൽ ഈ ആശയവിനിമയം നടത്തുന്നതിനു വേണ്ടിയാണ് 3 മേഖലാ ജാഥകൾ നടത്തുന്നത്. നല്ല പ്രതികരണമാണ് ഇപ്പോഴുള്ള ഈ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ലഭിക്കുന്നതെന്നും അതിനാൽ തന്നെ മുന്നണി സർക്കാർ അധികാരത്തിൽ തുടരും എന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഭാര്യയ്ക്കും 2 മക്കൾക്കും UK പൗരത്വമുണ്ടെന്ന വ്യാജ പ്രചരണത്തിൽ സൈബർ സെല്ലിൽ പരാതി. ഫേസ്ബുക്കിലൂടെ പ്രചാരണം നടത്തിയതിന് കൊല്ലം അഞ്ചൽ സ്വദേശിക്കെതിരെയാണ് ബിനോയ് വിശ്വം പരാതി നൽകിയത്. ബിനോയ് വിശ്വത്തിന്റെ ഭാര്യ ശൈല C. ജോർജ്, മക്കളായ രശ്മി, സൂര്യ എന്നിവർക്ക് UK പൗരത്വമുണ്ടെന്ന് കാട്ടിയാണ് വ്യാജ പ്രചാരണം നടത്തിയത്. കുടുംബാംഗങ്ങളെ അപകീർത്തിപ്പെടുത്താനും തന്നെ വ്യക്തിഹത്യ നടത്താനും വേണ്ടിയാണ് ഈ പ്രചാരണമെന്ന് ബിനോയ് വിശ്വം പരാതിയിൽ ആരോപിച്ചു. IT ആക്ട് അനുസരിച്ചും ക്രിമിനൽ വകുപ്പുകൾ പ്രകാരവും കേസെടുക്കണമെന്ന് ബിനോയ് വിശ്വം പോലീസിനോട് പരാതിയിൽ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് സ്പാ കേന്ദ്രത്തിൽ പരിശോധന. സെക്രട്ടേറിയറ്റിന് സമീപത്തെ സ്പർശൻ സ്പായിലാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ഇവിടെ ജോലിക്കായി അഭിമുഖത്തിനെത്തിയ യുവതിയോട് ഉടമ മോശമായി പെരുമാറിയെന്നറിഞ്ഞാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം യുവതിക്ക് മോശം അനുഭവമുണ്ടായ വിവരമറിഞ്ഞെന്നും ഇതിനെ തുടർന്നാണ് പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയതെന്നും മേയർ VV രാജേഷ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു.
യുവതിക്ക് മോശം അനുഭവമുണ്ടായ വിവരമറിഞ്ഞാണ് അവധി ദിവസമായിട്ടും ഞായറാഴ്ച സ്പായിൽ മേയർ പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥരെ അയച്ചത്. സ്പാ കേന്ദ്രങ്ങളുടെ വിവരം ശേഖരിക്കാൻ ഇന്ന് കോർപ്പറേഷൻ സെക്രട്ടറിയെയും വിളിച്ചുവരുത്തി നിർദ്ദേശം നൽകി. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കൊപ്പം പോലീസും ഞായറാഴ്ച വൈകിട്ട് നടന്ന പരിശോധനയിൽ പങ്കെടുത്തു. തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ സ്പാ കേന്ദ്രങ്ങളുടെയും ലൈസൻസ് പരിശോധിക്കാൻ മേയർ വി രാജേഷ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. വരും ദിനങ്ങളിൽ തലസ്ഥാനത്തെ സ്പാകളിൽ പരിശോധന നടത്തുമെന്ന് മേയർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സ്പാകളിൽ ജോലി ചെയ്യുന്നവരുടെ വിവരങ്ങളും ശേഖരിക്കും. പോലീസിന്റെ സഹകരണത്തോടെയാവും പരിശോധനകൾ നടക്കുകയെന്നും സ്ത്രീകൾ പുരുഷന്മാരെയും തിരിച്ചും മസാജ് ചെയ്യുന്ന ക്രോസ് മസാജിംഗ് അനുവദിക്കില്ല എന്നും മേയർ പറഞ്ഞു. അടുത്തിടെ തിരുവല്ലയിൽ സ്പായിൽ ജോലിക്കാരിയെ കാപ്പ കേസ് പ്രതിയും സംഘവും കൂട്ടബലാത്സംഗം ചെയ്ത സംഭവമുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് തിരുവനന്തപുരത്തെ സ്പാ കേന്ദ്രങ്ങളിലും പരിശോധന കടുപ്പിക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത്. 2 സീറ്റുള്ള പരിശീലന വിമാനം തകർന്നു വീണു. കർണാടകത്തിലെ വിജയപുര ജില്ലയിലെ ബബലേശ്വർ താലൂക്കിലാണ് വയലിൽ ചെറുവിമാനം തകർന്നു വീണത്. വിമാനത്തിലുണ്ടായിരുന്ന 2 പേരും പരിക്കുകളോടെ രക്ഷപ്പെട്ടു. നിയന്ത്രണം നഷ്ടമായ വിമാനം പാടത്തു വീണപ്പോൾ 3 കഷണമായി വേർപെട്ടു. കലുബുറഗിയിൽ നിന്ന് ബലഗാവിയിലേക്ക് പറക്കുകയായിരുന്നു പരിശീലന വിമാനം. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റെഡ് ബേർഡ് ഫ്ലൈയിംഗ് ട്രെയിനിംഗ് അക്കാദമിയുടെ വിമാനമാണ് തകർന്നത്. കാസർഗോഡ് കേരളത്തിന്റെ സോളാർ ഹബ്ബാകാൻ സാധ്യതയുള്ള പ്രദേശമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ചീമനി പെർദാള എസ്റ്റേറ്റുകളിലെ സോളാർ വൈദ്യുത നിലയങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ചീമനി ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ നിലവിൽ പൈവെളികയിലും അമ്പലത്തറയിലും കരിന്തളത്തും സോളാർ പാർക്കുകളുണ്ട്. ചീമനിയിലും പെർദാളയിലും കൂടി സൗരോർജ്ജ വൈദ്യുത നിലയം വരുന്നതോടെ കാസർഗോഡ് കേരളത്തിന്റെ സോളാർ ഹബ്ബായി മാറുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ കാസർഗോഡ് ജില്ലയിലെ ചീമനി എസ്റ്റേറ്റിലും പെർദാള എസ്റ്റേറ്റിലുമായി ലഭ്യമായ 300 ഏക്കറിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലും നടത്തുന്നതിനും തയ്യാറുള്ള കമ്പനികളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിക്കുകയും ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നേച്ചർ ഡ്യൂ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇതിൽ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അധീനതയിലുള്ള ഈ എസ്റ്റേറ്റുകളിൽ ബാറ്ററി സ്റ്റോറേജോടുകൂടിയ 110 മെഗാവാട്ട് സോളാർ നിലയം സ്ഥാപിക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ചീമനി എസ്റ്റേറ്റിൽ നിന്നും 80 മെഗാവാട്ടും പെർദാളയിൽ നിന്നും 47 മെഗാവാട്ടും വൈദ്യുതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാറ്ററി സ്റ്റോറേജ് കൂടി ഉൾപ്പെടുത്തി പീക്ക് സമയങ്ങളിൽ 4 മുതൽ 8 മണിക്കൂർ വരെ വൈദ്യുതി ലഭ്യമാകുന്ന നിലയിലാണ് പദ്ധതിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ വടക്കൻ മലബാറിന്റെ വികസന കുതിപ്പിന് ഊർജ്ജം പകരും. 2027 മെയ് മാസത്തോടെ പദ്ധതി പൂർത്തീകരിച്ച് ഉൽപ്പാദനം തുടങ്ങാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചീമനി എസ്റ്റേറ്റിൽ നിന്നും 125 മില്യൺ യൂണിറ്റും പെർദാളയിൽ നിന്നും 47 മില്യൺ യൂണിറ്റും വൈദ്യുതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയുടെ DPR പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. നിലയങ്ങളുടെ നിർമ്മാണത്തിന് ഏകദേശം 500 കോടിയോളം രൂപയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും വൈദ്യുതി KSEBക്ക് ലഭ്യമാക്കുന്നതിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KSEBക്ക് ആവശ്യമായി വരുന്നില്ലെങ്കിൽ ഗ്രീൻ പവർ ആവശ്യമുള്ള സ്ഥാപനങ്ങളുമായി ധാരണയുണ്ടാക്കിയും പദ്ധതി പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വൈദ്യുതി വികസനത്തിൽ ചീമനി പെർദാള സൗരോർജ്ജ വൈദ്യുത നിലയങ്ങൾ പ്രധാന പങ്ക് വഹിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ നിർമ്മാണ സമയത്ത് പ്രത്യക്ഷത്തിൽ 5 ലക്ഷത്തോളം തൊഴിൽ ദിനങ്ങളും പദ്ധതിയുമായി ബന്ധപ്പെട്ട 60 സ്ഥിരം ജോലികളും ഉണ്ടാകുമെന്നും ഹരിതോർജ്ജം എന്ന നിലയ്ക്ക് പദ്ധതി കാലയളവിൽ മൊത്തത്തിൽ 35 ലക്ഷം ടൺ കാർബൺ ഡയോക്സൈഡ് ബഹിർഗമനം കുറയ്ക്കാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം, കയ്യൂർ ചീമനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP.V. ജാനകി, വാർഡ് മെമ്പർ AV ലളിത, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നേച്ചർ ഡ്യൂ എനർജി MD മാഹിൻ സുബേർ സ്വാഗതവും കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ OP സലാം നന്ദിയും പറഞ്ഞു.